നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ കൊണ്ടുള്ള രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പച്ചടികളാണ്. ഇത് സദ്യ സ്പെഷ്യൽ പച്ചടികളാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. രുചിയുടെ കാര്യത്തിൽ രണ്ടും ഒന്നിനൊന്ന് മെച്ചവുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ മുള്ള് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് നമ്മൾക്ക് മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷനും കളഞ്ഞിട്ട് നമുക്കിതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. പൈനാപ്പിളിൻ്റെ ആ മുള്ളും പിന്നെ സെൻട്രൽ പോർഷനും കളയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് അലർജി ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഭാഗമൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ പൈനാപ്പിൾ ചെറിയ പീസായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ രണ്ട് ചട്ടികളിലേക്ക് മാറ്റാണ്. രണ്ട് ചട്ടിയിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇപ്പം നമ്മളിത് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഒരുമിച്ച് വേവിച്ചോളൂ. ഇതിപ്പോൾ രണ്ട് തരത്തിൽ വെക്കുന്നതുകൊണ്ട് ഞാൻ രണ്ട് ചട്ടിയിലേക്ക് മാറ്റി. പിന്നെ ഈ പൈനാപ്പിളിന് അല്പം വേവുണ്ട്, കുറച്ച് നേരമായിട്ട് വേവിക്കണം. അപ്പോൾ ആദ്യത്തെ ചട്ടിയിലേക്ക് പകുതി പൈനാപ്പിളിനെ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. പൈനാപ്പിൾ വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് പൈനാപ്പിളിൻ്റെ മേലെ പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തിട്ട് വേവിക്കാം. ഇനി അടുത്ത ചട്ടിയിലേക്ക് ബാക്കിയുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് ഒരു പൈനാപ്പിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു പൈനാപ്പിൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടണം. പിന്നെ നമുക്ക് ഒരു നല്ല പഴുത്ത ഒരു പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടും ഞാൻ ഒരേ സമയം തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. രണ്ടിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മൂടിയിട്ടിട്ട് വേവിക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ പച്ചടിയിലേക്കുള്ള അരപ്പാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ കടുകും. ഇത് നമുക്ക് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ പൈനാപ്പിൾ അത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ മയത്തിൽ അരച്ചിരിക്കുന്ന നാളികേരക്കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഒന്നിന് ഈ തീയിലൊന്ന് കിടക്കണം. ലോ ഫ്ലെയിം ആക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഒരു ചെറിയ കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്. നമുക്കിതിന് തൈരൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലെയിം കത്തിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പൊന്ന് നോക്കണേ. നമ്മുടെ കയ്യിലുള്ള തൈരിന് പുളി കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ പുളി ഒന്ന് കുറഞ്ഞു കിട്ടും. ഇപ്പം നമ്മുടെ ഈ പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത മധുര പച്ചടിയാണ്. അതിലേക്കുള്ള തേങ്ങ, ഒരു അരമുറി തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ കടുക്, ഇവ നമുക്കൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ നേന്ത്രപ്പഴവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കര ചീവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം. ഇനി ഒരു ചെറിയ കപ്പ് മുന്തിരി, കറുത്ത മുന്തിരിയോ പച്ചമുന്തിരിയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ മുന്തിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് മുന്തിരി ഒന്നിങ്ങനെ വെന്തുടഞ്ഞാൽ പോകാൻ പാടില്ല. ആ സമയത്ത് തന്നെ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഈ കൂട്ടിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മധുരപ്പച്ചടിയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് കാച്ചിയിടാം. അപ്പോൾ കടുക് കാച്ചാനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 കറിയിലേക്കും കൂടി ഒരുമിച്ചാണ് കടുക് വറുത്തിടുന്നത്. അപ്പോൾ അതിനുള്ള അളവിലുള്ള വറ്റൽമുളകും പിന്നെ കടുകും അതിലേക്ക് ഇടുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഈ 2 കറിയിലേക്കും ഒഴിച്ചു കൊടുക്കാം.
ഈ മധുര പച്ചടിയിലേക്ക് ഒരു അര ചെറിയ ടീസ്പൂൺ കടുക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അത് മെയിനാണ് കേട്ടോ. ആ കടുക് ചതച്ചതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ 2 പച്ചടിയും തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഒരേ സമയം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് വിവരം കമൻറ്റ് ബോക്സിലിടൂ. അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.